നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും അനുഗ്രഹീതമായൊരു ദിനം ആശംസിക്കട്ടെ. നാം ഒരുമിച്ച് ധ്യാനിക്കുന്നത് സ്വർഗരാജ്യം എന്ന പുളിമാവ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതിന് ആസ്പദമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. അതിലെ 33-ാമത്തെ വാക്യം: അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. ദൈവരാജ്യത്തെ സംബന്ധിച്ച ഉപമകളാണ് നാം ഈ അധ്യായത്തിൽ വായിക്കുക. അതിൽ ദൈവരാജ്യത്തെ സംബന്ധിച്ച് പറയുന്ന ചെറിയ ഉപമകളുടെ കൂട്ടത്തിൽ ഉള്ളതാണ് ദൈവരാജ്യത്തെ പുളിമാവിനോട് ഉപമിച്ച് കൊണ്ടുള്ള സാദൃശ്യം. സ്വർഗരാജ്യം എന്നത് പലപ്പോഴും നാം ഏറെ ആഗ്രഹിക്കുന്നതും അതിൽ എത്തിപ്പെടുവാൻ വെമ്പുന്നതുമായ ഒരിടമാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് ഏകദേശം വ്യക്തമായൊരു ചിത്രം വേദപുസ്തകം നമുക്ക് നൽകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പുതിയ കനാൻ ദേശം, പുതിയ ആകാശം, പുതിയ ഭൂമി, ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നാം നമ്മെ തന്നെ ഒരുക്കുകയാണ്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവം ഇനിയും വരുവാനുള്ള ഒന്നല്ല എന്നതാണ് യാഥാർത്ഥ്യം. യേശു കർത്താവിൻ്റെ തിരുജനനത്തിലൂടെയും അവൻ്റെ ജീവിതത്തിലൂടെയും കാൽവരി ക്രൂശിലെ കഷ്ടാനുഭവങ്ങളിലൂടെയും ഉയർത്തെഴുന്നേൽപ്പിലൂടെയും ലോകത്തിൽ ആരംഭിച്ച് വളർത്തപ്പെട്ടതാണ് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം. നാം ഇന്ന് ജീവിക്കുക സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിൽ തന്നെയാണ്. എന്നാൽ അതിൻ്റെ പൂർത്തീകരണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് യേശു കർത്താവ് വീണ്ടും വരുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് ദൈവദൂതന്മാർ പറഞ്ഞതുപോലെ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ എന്തിന് മേലോട്ട് നോക്കി നിൽക്കുന്നു? നിങ്ങളെ വിട്ട് പോകുന്നവനായി നിങ്ങൾ കണ്ട ക്രിസ്തു അവൻ പോയതുപോലെ വീണ്ടും വരുമെന്ന് അവരെ ഓർമ്മിപ്പിച്ചതുപോലെ യേശു കർത്താവിൻ്റെ വരവ് ഉണ്ടാകുന്ന ദിനം ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ ആ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത പറയുകയാണ്. ഇവിടെ ദൈവരാജ്യത്തെ ഉപമിച്ചിരിക്കുന്നത് പുളിമാവിനോടാണ്, പുളിച്ച മാവിനോടാണ്. അതിൻ്റെ അളവ് വളരെ കുറച്ചേ ഉള്ളൂ എങ്കിലും അത് ചേർക്കപ്പെടുന്ന ആ ചുറ്റുപാടിനെ പുളിപ്പുള്ളതാക്കി മാറ്റുവാൻ കഴിയുന്നതാണ് അത് എന്നതാണ് പ്രത്യേകത. അതാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം. യേശു കർത്താവ് ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. ഉപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഉപ്പിനെ നാം എവിടേക്ക് ചേർക്കുന്നുവോ അവിടെ അതിൻ്റെ രൂപം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ ചുറ്റുപാടുകൾക്ക് നല്ല രുചി പകരുന്ന ഒന്നായി മാറുകയാണ്. ഉപ്പ് ഇല്ലാതെ ഭക്ഷണം നമുക്ക് അത്ര എളുപ്പമല്ല കഴിക്കാൻ. എന്നാൽ പലതുകൊണ്ട് നമ്മൾ അതിൻ്റെ അളവുകൾ വ്യത്യാസപ്പെടുത്തുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. എന്നാൽ ഭക്ഷണത്തിന് തനതായ രുചി നൽകുന്നതിന് ഉപ്പിന് വലിയ പ്രാധാന്യം ഉണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. അപ്രകാരം രുചി പകരുന്നവരായി തീരുവാൻ വേണ്ടിയാണ് ഓരോ ക്രിസ്തു ശിഷ്യരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ആ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഉപ്പ് സ്വയം അലിഞ്ഞ് ഇല്ലാതായി എങ്ങനെയാണോ താൻ ആകുന്ന ഇടത്തിന് രുചി വർദ്ധിപ്പിക്കുക, അതേപോലെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ആകണം. ഞാനെന്ന ഭാവത്തെ ഇല്ലായ്മ ചെയ്ത് ക്രിസ്തുവെന്ന രുചി ചുറ്റുപാടുകൾക്ക്, സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നവരായി തീരുമ്പോഴാണ് നമ്മുടെ ജീവിതം അത് ധന്യമായി അനുഗ്രഹപൂർണമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരുക. ഇവിടെയും പുളിമാവിനെ കുറിച്ച് പറയുന്നത് അപ്രകാരം തന്നെ. അത് എവിടേക്ക് ചേർക്കപ്പെടുന്നുവോ അതിനെ മുഴുവനും പുളിച്ചതാക്കി തീർക്കുന്നത് പോലെ നാം ആകുന്ന സമൂഹത്തെ ദൈവോന്മുഖമായ, ദൈവരാജ്യ തുല്യമായ സമൂഹമായി
മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയുന്നിടത്താണ് നാം ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക. പലപ്പോഴും ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യർ എന്ന് നാം പറയുമ്പോഴും നമുക്ക് പുളിമാവിനെ പോലെ വർദ്ധിക്കുവാൻ സാധ്യമാകുന്നില്ല. ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങളെ ചുറ്റുപാടിലേക്ക് പകരുവാൻ നാം പരാജയപ്പെടുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് പുളിമാവിൻ്റെ അനുഭവത്തിൽ നിൽപ്പാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയല്ലേ? ഞാൻ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ വസിക്കുന്നവൻ ആകുന്നുവെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവം എൻ്റെ ജീവിതത്തിലൂടെ സമൂഹത്തിന് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാകണം. എൻ്റെ ജീവിത അനുഭവത്തിലൂടെ എന്നോട് ഇടപെടുന്ന വ്യക്തികൾക്ക് കർത്താവിൻ്റെ ആശ്വാസം അനുഭവിക്കുവാൻ സാധ്യമാകുന്നിടത്താണ് ഞാൻ പുളിമാവായി മാറപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുക. എന്നോട് ചേർന്ന് നിൽക്കുന്ന സമൂഹത്തിൽ ദൈവോന്മുഖമായ രൂപാന്തരങ്ങൾ ഉണ്ടാകുന്നിടത്താണ് ഞാൻ ദൈവത്തിൻ്റെ പുളിമാവായി വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക. നമ്മെ ദൈവം വിളിക്കുന്നതും അതിനു വേണ്ടിയാണ്. ഈ വേദഭാഗം നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന വലിയതായ ചലഞ്ചും അത് തന്നെയാണ്. നമുക്കൊരു പുളിമാവായി തീരുവാൻ സാധ്യമാകുന്നുണ്ടോ? നമ്മുടെ ഇടങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ജോലിയിടങ്ങളിൽ, നമ്മുടെ കൂട്ടുകാരുടെ മധ്യത്തിൽ, നമ്മുടെ സാമൂഹ്യ ജീവിത ഇടപെടലുകളിൽ അവിടെയൊക്കെ ദൈവത്തിൻ്റെ പുളിമാവായി വർദ്ധിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നിടത്താണ് അനുഗ്രഹീതരായ ക്രിസ്തു ശിഷ്യരായി നിലനിൽപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയാകുക. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നത് പോലെ നമ്മുടെ സാന്നിധ്യം കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ അനുഭവം ചുറ്റുപാടുകൾ മനസ്സിലാക്കുവാൻ, അനുഭവിപ്പാൻ ഇടയാകണം എന്നുള്ളതാണ് ക്രിസ്തു നമ്മോട് ഓർമ്മപ്പെടുത്തുക. അത് ഏറ്റവും നിശബ്ദമായി അതിൻ്റെ രുചി പകരുന്നത് പോലെ നിശബ്ദമായ സാന്നിധ്യം കൊണ്ട് ഈ സമൂഹത്തെ ദൈവരാജ്യമാക്കി മാറ്റുവാൻ, അല്ലെങ്കിൽ ലോകത്തിൻ ദൈവരാജ്യ നിർമ്മിതിയുടെ വക്താക്കളായി തീരുവാൻ നമുക്ക് സാധ്യമാകുന്നിടത്താണ് അനുഗ്രഹീതമായ അനുഭവം, അല്ലെങ്കിൽ ക്രിസ്തുശിഷ്യരായി നമുക്കും തീരുവാൻ തക്കവണ്ണം ഇടയായി തീരുക. അപ്രകാരം നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ തക്കവണ്ണം ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായി, ദൈവരാജ്യം ഇന്നത് എന്ന് ലോകത്തിന് പകർന്നു കൊടുക്കുന്ന ജീവിതങ്ങളായി തീരുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ച് വ്യത്യസ്ത ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ആക്കി വച്ചിരിക്കുന്നതെന്ന ബോധ്യത്തോടുകൂടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. പ്രിയ ദൈവജനമേ, നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള പുളിമാവായി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താം. സ്വർഗരാജ്യം എന്ന പുളിമാവ്. ആമേൻ.